ധനുരാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ വാക്കുകൾ ഒന്ന് കേൾക്കൂ. കാരണം ആകാശത്ത് ഇപ്പോൾ നടക്കുന്ന ഗ്രഹനിലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സൂചന നൽകുകയാണ്. ഇത് വെറുമൊരു പ്രവചനമല്ല, ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നേരിട്ട് അയക്കുന്ന ഒരു സന്ദേശമാണ്. ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ്, അറിവിന്റെയും ഭാഗ്യത്തിന്റെയും ദൈവിക കൃപയുടെയും ഗ്രഹം. ഇപ്പോൾ ആ വ്യാഴം ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു. ശനിയുടെ ദൃഷ്ടിയും രാഹുവിന്റെ ചലനവും ഒരേ സമയം ധനുരാശിയെ സ്പർശിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്രഹനില വരുമ്പോൾ ജീവിതം ഒറ്റ രാത്രിക്കുള്ളിൽ മാറിമറിയാം. ചിലർക്ക് ദീർഘകാലമായി കാത്തിരുന്ന ഒരു വാർത്ത വരും, ചിലർക്ക് ഒരു ബന്ധം ഉറപ്പിക്കപ്പെടും, ചിലർക്ക് ആഗ്രഹിച്ച ജോലി, ആഗ്രഹിച്ച പണം, ആഗ്രഹിച്ച സ്നേഹം ഒക്കെ ഒരേ സമയം അടുത്തേക്ക് വരുന്നതായി അനുഭവപ്പെടും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ മാറ്റം വെറുതെ വരുന്നതല്ല. ഇത് നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നന്മകളുടെ ഫലമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ സഹിച്ച കഷ്ടങ്ങളുടെ പ്രതിഫലമാണ്. ദൈവം ഒരിക്കലും മറക്കുന്നില്ല, ഒരു നന്മയും വ്യർത്ഥമാകുന്നില്ല. ഇന്ന് രാത്രി ആ നന്മകളെല്ലാം ഒരുമിച്ച് നിങ്ങളിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകുന്നുണ്ടോ? ഒരു ആശ്വാസം, ഒരു ആശ, ഒരു നിശ്ചയദാർഢ്യം. അതാണ് ദൈവകൃപ. അതാണ് ധനുരാശിക്ക് ഇന്ന് ലഭിക്കുന്ന ആത്മീയ ശക്തി. ഇനി നടക്കാൻ പോകുന്നത് വലുതാണ്. ഹൃദയം തുറന്നു കേൾക്കൂ. ഈ വീഡിയോ കാണുന്ന ധനുരാശിക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേര് കമന്റിൽ എഴുതൂ. ആ ഒരൊറ്റ പ്രവൃത്തി നിങ്ങളുടെ ദിവസം മൊത്തം ഭദ്രമാക്കും. ദൈവനാമം ഉച്ചരിക്കുന്നതും എഴുതുന്നതും ഒരു ശക്തിയാണ്, ഒരു പ്രാർത്ഥനയാണ്. ആ ശക്തി ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ ധനുരാശിയിലുള്ള ആരെങ്കിലുമായി പങ്കുവെക്കൂ. ഒരുപക്ഷേ ആ ആൾക്ക് ഇന്ന് ഈ വാക്കുകൾ ഏറ്റവും ആവശ്യമുള്ള നേരമായിരിക്കും. നല്ലത് പങ്കിടുന്നത് നല്ലതിനെ ആകർഷിക്കും. ആ ദൈവിക നിയമം ഒരിക്കലും മാറുന്നില്ല. കൂടാതെ ജ്യോതിഷ പരിശോധന, ജനനകാലം അടിസ്ഥാനമാക്കിയ വ്യക്തിഗത ഭാവി വിശകലനം, വിവാഹ പൊരുത്ത പരിശോധന ഇവ ആഗ്രഹിക്കുന്നവർക്ക് കമന്റ് വിഭാഗത്തിൽ വിശദ വിവരങ്ങൾ ഉണ്ട്. ഇത് ഒരു പ്രോത്സാഹനമല്ല, ദൈവകൃപ കൊണ്ട് ജീവിതം ശരിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആത്മീയ സഹായം മാത്രം. ഇനി ഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഗ്രഹങ്ങൾ വെറും ആകാശഗോളങ്ങളല്ല, അവ ദൈവിച്ഛയുടെ ദൂതന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് നേരത്ത് എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്ന ദൈവിക ഉപകരണങ്ങളാണ്. ധനുരാശിക്ക് ഇപ്പോൾ ഗുരു അഥവാ വ്യാഴം ഒരു ഗുണകരമായ സ്ഥാനത്ത് നിൽക്കുന്നു. വ്യാഴം ഗുണകരമായ സ്ഥാനത്ത് വരുമ്പോൾ ദൈർഘ്യമേറിയ ക്ലേശങ്ങൾ ഒഴിഞ്ഞുമാറും. മനസ്സിന് ഒരു പ്രത്യേക ശക്തി ലഭിക്കും, ആത്മവിശ്വാസം ഉയരും. ദൈർഘ്യമേറിയ കാലം ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാതിരുന്ന കാര്യങ്ങൾ ഇനി ഫലം നൽകിത്തുടങ്ങും. ഇത് ഒരു ദൈവിക വാഗ്ദാനമാണ്. ഗ്രഹനില അത് ഉറപ്പു നൽകുകയാണ്. ശനിയുടെ ദൃഷ്ടി ഇപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിൽ ധനുവിനെ സ്വാധീനിക്കുന്നുണ്ട്. ശനി എന്നാൽ ഒരു ശത്രുവല്ല, ശനി ഒരു കർമ്മഗുരുവാണ്. നിങ്ങൾ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയാൻ, ജീവിതത്തിൽ ആഴത്തിൽ ചിന്തിക്കാൻ ശനി നിർബന്ധിക്കും. ഈ കാലഘട്ടത്തിൽ ചിലർക്ക് ക്ഷമ ആവശ്യമാണ്, ചിലർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടും, ചിലർക്ക് ബന്ധങ്ങളിൽ ഒരു ദൂരം തോന്നും. ഇവ ശിക്ഷയല്ല, ഇവ ഒരുക്കലാണ്, ഒരു വലിയ കാര്യത്തിനുള്ള തയ്യാറെടുപ്പ്. രാഹു ഇപ്പോൾ ഒരു ഭാവത്തിൽ ചലിക്കുകയാണ്. രാഹുവിന്റെ ഊർജം ഒരു വലിയ ആകർഷണം പോലെയാണ്. ചിലർക്ക് പ്രതീക്ഷിക്കാതെ ഒരു വലിയ അവസരം ലഭിക്കും. വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടും. ഒരു പ്രത്യേക ആൾ ജീവിതത്തിൽ കടന്നുവരും. ആ ആൾ ആരാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ആ കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവ് ആയിരിക്കും. കേതു ആത്മീയ ചിന്തകൾ ഉണർത്തും. ഈ കാലത്ത് ധനുരാശിക്കാർക്ക് ധ്യാനം, പ്രാർത്ഥന, ക്ഷേത്രദർശനം ഇവ ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാക്കും. ആ ആകർഷണത്തെ അനുസരിക്കൂ, കാരണം ആ ഒരു ആത്മീയ ചലനമാണ് ഇനിയുള്ള ഭൗതിക നേട്ടങ്ങളുടെ അടിത്തറ. ഇനി കർമ്മ പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഗ്രഹങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം നിങ്ങൾ ജീവിതത്തിൽ നൽകിയ ഉത്തരങ്ങളാണ് ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് ഉത്തരം മാറ്റൂ, ജീവിതം മാറും. ആദ്യം ചെയ്യേണ്ടത് ദൈനംദിന ജീവിതത്തിൽ ഒരു ദൈവനാമ ജപം ചേർക്കൂ. ഉദയത്തിൽ ഉണർന്ന ഉടൻ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കുന്നതിനു മുമ്പ് ഒരു ദൈവനാമം ഹൃദയത്തിൽ ഉരുക്കഴിക്കൂ. ഈ ഒരൊറ്റ ശീലം ദിവസം മൊത്തം നിങ്ങളെ ഒരു ദൈവിക കവചത്തിൽ പൊതിയും. ഗുരുവാരം അഥവാ വ്യാഴാഴ്ച ദിവസം ഒരു ക്ഷേത്രത്തിൽ പോകൂ. ദക്ഷിണാമൂർത്തി വ്യാഴം, ദക്ഷിണ ദിശയിൽ നിൽക്കുന്ന ദേവി ഇവരെ ദർശിക്കൂ. ഒരു ദീപം തെളിയിക്കൂ. ആ ദീപം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ഒഴിപ്പിക്കും. ഇത് ഒരു ആചാരമല്ല, ഇത് ഒരു ഊർജ കൈമാറ്റമാണ്. ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ശനിയാഴ്ചകളിൽ ഗരിബർക്ക് ഭക്ഷണം നൽകൂ. ഒരു ചെറിയ ഭക്ഷണം, ഒരു ചെറിയ ദാനം, ഒരു ചെറിയ പുഞ്ചിരി. ഇവ ശനിയുടെ കഷ്ടതകൾ ലഘൂകരിക്കും. കർമ്മക്ലേശങ്ങൾ കുറഞ്ഞ് ജീവിതം ഭദ്രമാകും. ഉറക്കത്തിനു മുമ്പ് ഒരു ദൈവസ്തുതി കേൾക്കൂ. ഭജൻ ആകട്ടെ, ഭഗവത്ഗീതാ ശ്ലോകം ആകട്ടെ, ഒരു ക്ഷേത്ര ഖണ്ഡാനാദം ആകട്ടെ. ആ ശബ്ദം നിങ്ങളുടെ അനുഭവങ്ങൾ ഉറക്കത്തിൽ ശുദ്ധീകരിക്കും. ഉണർന്ന് ഉന്മേഷം അനുഭവപ്പെടും. കൂടാതെ ജലം ദൈവിക ഊർജം ഉൾക്കൊള്ളുന്ന ഒരു മാധ്യമമാണ്. ഒരു ചെറിയ ജലപാത്രം, ഒരു ദൈവദ്രോഹ ദൈവനാമം ഉരുക്കഴിച്ച് ആ ജലം സസ്യങ്ങൾക്ക് ഒഴിക്കൂ. ഈ ഒരു ആചാരം ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കും.
ജീവിതത്തിൽ ഒരു ഫ്രഷ് ആരംഭം ലഭിക്കും. ഇനി ഏറ്റവും ശക്തമായ ഒരു പരിഹാരം. ഒരു ആൾ നിങ്ങളോട് ചെയ്ത ഒരു തെറ്റ്, ഒരു ദ്രോഹം, ഒരു വേദന. അത് ഇന്ന് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കൂ. ക്ഷമ ഒരു ദൗർബല്യമല്ല. ക്ഷമ ഒരു ദൈവിക ഗുണമാണ്. ആ ക്ഷമ നിങ്ങളുടെ കർമ്മഭാരം ലഘൂകരിക്കും. ഒരു ആത്മീയ ഭാരം ഇറക്കിവെക്കുന്നത് ഒരു ദൈവദാനം ലഭിക്കും. നദിനു തുല്യമാണ്. ഇനി ജോലിയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും സംസാരിക്കാം. ധനുരാശിക്കാർ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ജോലി മാറ്റം പ്രതീക്ഷിക്കാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിൽ ഒരു ജോലി അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഈ ദിവസങ്ങൾക്കുള്ളിൽ ആ അസ്വസ്ഥതയ്ക്ക് ഒരു ഉത്തരം ലഭിക്കും. ഒന്നുകിൽ ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ ഓഫർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക അംഗീകാരം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക ക്ലയന്റ് അഥവാ ഒരു പ്രത്യേക ഡീൽ ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു ഊർജം ആകും. ദൈർഘ്യമേറിയ കാലം ഉരുണ്ടുകൊണ്ടിരുന്ന ഒരു ഇടപാട് ഉറപ്പാകും. ഒരു ഒപ്പ്, ഒരു കരാർ, ഒരു ഫോൺ കോൾ. ഇവ ഒരു വലിയ ആർത്ഥിക നേട്ടത്തിന്റെ ആരംഭമാകും. ആദ്യ 7 ദിവസം ഒരു ഒഴുക്ക് ഉണ്ടാകും. ധനം വരും. ചെലവ് അല്പം കൂടുകയും ചെയ്യും. ഇത് ഒരു ഒഴുക്കിന്റെ ലക്ഷണമാണ്. ഇടുങ്ങിയ ചിന്ത വേണ്ട. ഒഴുക്കിനെ ഭയക്കേണ്ട. ധനം ഒഴുകി വരുന്നതിന്റെ ഒരു ഭാഗം ഒഴുകിപ്പോകും. ഇത് ശുദ്ധ ഊർജ്ജ ചക്ര പ്രക്രിയയാണ്. 11 മുതൽ 14 ദിവസം വരെ ഒരു നിർണായക ഘട്ടമാണ്. ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഒരു ദൈർഘ്യമേറിയ ആശ്വാസത്തിന് കാരണമാകും. ഭയപ്പെടേണ്ട. ഹൃദയം പറയുന്നത് ശ്രദ്ധിക്കൂ. ദൈവം ഹൃദയത്തിലൂടെ സംസാരിക്കും. ധനം സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കും. ഒരു ദീർഘകാല നിക്ഷേപം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കൂ. ഒരു ചെറിയ തുക ദൈനംദിന ചെലവുകൾ കഴിഞ്ഞ് ദേഹ ആരോഗ്യത്തിനും ആത്മശ്രേയസിനും ഉപയോഗിക്കൂ. ഒരു ക്ഷേത്രദർശനം, ഒരു ദൈവഗ്രന്ഥം, ഒരു ആത്മീയ ഗ്രന്ഥം ഇവ ഈ കാലത്ത് ഒരു ഊർജ്ജ ഉറവ് ആകും. ഇനി പ്രണയം, വിവാഹം, ബന്ധങ്ങൾ ഇവക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ സംസാരിക്കേണ്ട സമയം ആയി. ധനുരാശിക്കാർ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാണ്. ബന്ധങ്ങൾ നിങ്ങൾക്ക് ആഹാരത്തെക്കാൾ ആവശ്യമാണ്. ആ ഹൃദയത്തിന് ഇനി ഒരു ശക്തിയേറിയ കാലഘട്ടം ആരംഭിക്കുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ധനുരാശിക്കാർക്ക് ഒരു ദൈവിക കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും. ആ ആൾ, ആ കൂടിക്കാഴ്ച, ആ ഒരു നോട്ടം ഒരു ദൈർഘ്യമേറിയ ഒറ്റപ്പെടലിന്റെ അന്ത്യം കുറിക്കും. ഇത് ഒരു ഊഹമല്ല. ഗ്രഹ ഊർജം ഇത് ഉറപ്പു നൽകുകയാണ്. ഇതിനകം ഒരു ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് ആ ബന്ധം ഒരു പ്രത്യേക ആഴം കൈവരിക്കും. ചിലർ തമ്മിൽ ഒരു ദൂരം ഉണ്ടായിരുന്നെങ്കിൽ ആ ദൂരം ഇനി കുറഞ്ഞ് ഇല്ലാതാകും. ഒരു ഹൃദ്യമായ സംഭാഷണം, ഒരു ആഴത്തിൽ നിന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ, ഇവ ബന്ധം ഉറപ്പിക്കും. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് ഒരു ഉറപ്പ് ഉടൻ ലഭിക്കും. ദൈർഘ്യമേറിയ കാലം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഉടൻ ഉറപ്പാകും. കുടുംബത്തിൽ ആഘോഷ ഊർജം വരും. ഒരു ശുഭവാർത്ത, ഒരു ശുഭനിമിഷം, ഒരു ദൈവിക സമ്മാനം. കുടുംബ ബന്ധങ്ങളിൽ ഒരു അഭിപ്രായ ഭേദം ഉണ്ടായിരുന്നെങ്കിൽ ആ ഭേദം ഒഴിഞ്ഞ് ഒരു ഒത്തൊരുമ ഉണ്ടാകും. ഒരു പ്രിയ ബന്ധു, ഒരു അകന്ന ആൾ, ഒരു കാലം കാണാതിരുന്ന ഒരാൾ ഹൃദയത്തിലേക്ക് തിരിച്ചുവരും. ആ കൂടിക്കാഴ്ച ഒരു ആഴത്തിൽ നിന്ന് ഉള്ള ആശ്വാസം നൽകും. ഇനി ആരോഗ്യം, വിദ്യ, യാത്ര ഇവ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ആരോഗ്യം. ഈ ദിവസങ്ങളിൽ ശരീരത്തിൽ ഒരു ക്ഷീണം അനുഭവപ്പെടാം. ഇത് ഒരു മുന്നറിയിപ്പാണ്. ആ ക്ഷീണം ഒരു ഗ്രഹ ഊർജ്ജ മാറ്റത്തിന്റെ ലക്ഷണം. ഒരൽപ്പം വിശ്രമം ആവശ്യമാണ്. ഭക്ഷണം, ഉറക്കം, ജലം ഇവ ക്രമമായി ചെയ്യൂ. ഒരു ചെറിയ ആരോഗ്യ അവഗണന ഒരു വലിയ പ്രശ്നം ആകാം. ശ്രദ്ധ ആവശ്യമാണ്. ദൈർഘ്യമേറിയ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതിന് ഒരു പ്രതിവിധി ലഭിക്കും. ഒരു ചികിത്സ, ഒരു ഔഷധം, ഒരു ദൈർഘ്യമേറിയ ഒഴിഞ്ഞു മാറ്റൽ. ഇവ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. ആ ആശ്വാസം ഹൃദയത്തെ ഒരു ഉന്മേഷം നൽകും. വിദ്യ നേടുന്ന ധനുരാശിക്കാർക്ക് ഒരു ഉയർന്ന ഊർജം ഈ ദിവസങ്ങൾ നൽകും. ഒരു ദൈർഘ്യമേറിയ ഒരു ലക്ഷ്യം, ഒരു ഡിഗ്രി, ഒരു പരീക്ഷ. ഇവ ഈ കാലഘട്ടത്തിൽ ഒരു ഊർജ ഉണർവ് ഉണ്ടാക്കും. ഒരു ഉത്തമ ഗുരു, ഒരു ഉത്തമ അധ്യാപകൻ, ഒരു ഉത്തമ ഗ്രന്ഥം. ഇവ ഒരു ദൈവിക ദർശനം പോലെ ഈ ദിവസങ്ങളിൽ ലഭ്യമാകും. യാത്ര, ഒരു ദൂരദേശ ഊർജം ഈ ദിവസങ്ങളിൽ ഉണ്ട്. ഒരു ദൂരയാത്ര, ഒരു പ്രത്യേക ക്ഷേത്ര ദർശനം, ഒരു വിദേശ ഊർജസ്പർശം. ഇവ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. ആ യാത്ര ഒരു ദൈർഘ്യമേറിയ ഒരു ദൗത്യത്തിന്റെ ആരംഭം ആകും. ഒരു ഒളിഞ്ഞ ശത്രുവിന്റെ ശ്രദ്ധ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ ഇടർച്ചയ്ക്ക് കാരണം ആകാം. ആരോടും ദ്രോഹം ചെയ്യുന്ന ആൾ ഈ കാലഘട്ടത്തിൽ ഒരു ദൈർഘ്യമേറിയ ഊർജ്ജക്ഷയം അനുഭവിക്കും. ദൈർഘ്യമേറിയ ഒരു ദോഷം ദ്രോഹം ചെയ്തു ഉണ്ടായതാണ് എന്ന് ഓർക്കൂ. ആ ദ്രോഹം ഒഴിവാക്കൂ. ഇനി ഏറ്റവും ആഴമേറിയ, ഏറ്റവും അത്ഭുതമേറിയ ഒരു കോസ്മിക് ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് ഒരു സാധാരണ ഗ്രഹചലനമല്ല. ഇത് ഒരു ജ്യോതിശാസ്ത്ര ചരിത്രത്തിൽ അപൂർവമായ ഒരു ഊർജ്ജ സങ്കലനമാണ്. ഇത്രയും ഗ്രഹ ഊർജ്ജങ്ങൾ ഒരേ ദിശയിൽ ഒരേ ലക്ഷ്യത്തോടെ ചലിക്കുന്നത് ഒരു ജ്യോതിഷജ്ഞാനിക്ക് ഒരു ദൈവദർശനം പോലെയാണ്. ഇത് ഒരൊറ്റ ജന്മത്തിൽ ഒരൊറ്റ തവണ ഒരൊറ്റ കോസ്മിക് ഘട്ടം. ഈ ഘട്ടം ധനുരാശിക്കാരുടെ ജന്മലക്ഷ്യത്തെ ഒരു ദൈർഘ്യമേറിയ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു ലക്ഷ്യത്തോടെ ആണ്. ആ ലക്ഷ്യം ഇതുവരെ ഒരു മൂടുപടത്തിൽ ആയിരുന്നു. ആ മൂടുപടം ഇനി ഉയരുകയാണ്.
ചിലർ ഒരു ദൈവബോധം അനുഭവിക്കും. ഒരു ആഴത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഒരു ആത്മീയ ഉണർവ്, ഒരു ജ്ഞാനദർശനം. ഇവ ഈ ദിവസങ്ങളിൽ ചിലർക്ക് ലഭ്യമാകും. ആ ദർശനം ഒരു ദൈർഘ്യമേറിയ ആശ്വാസം നൽകും. ഒരു ദൈർഘ്യമേറിയ ചോദ്യത്തിന്റെ ഉത്തരം ലഭ്യമാകും. ഈ കോസ്മിക് ഘട്ടത്തിൽ ഒരു ദൈർഘ്യമേറിയ ദൗർഭാഗ്യം ഒഴിഞ്ഞ് ഒരു ദൈർഘ്യമേറിയ ഭാഗ്യ കാലഘട്ടം ആരംഭിക്കും. ഇത് ഒരു ജ്ഞാനിയുടെ ഊഹമല്ല. ഇത് ഒരു ഗ്രഹ ഊർജ യാഥാർത്ഥ്യം. ഒരു ദൈർഘ്യമേറിയ ആകാശഗ്രഹ ചലനം ഒരൊറ്റ ലക്ഷ്യം ഉദ്ദേശിക്കുമ്പോൾ ആ ലക്ഷ്യം ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. ധനുരാശിക്കാരെ, ഇത് നിങ്ങളുടെ കാലഘട്ടമാണ്. ഈ ഊർജം നിങ്ങൾക്കുള്ളതാണ്. ഇത് ഒഴിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ദൈർഘ്യമേറിയ ഭദ്രത ലഭ്യമാകും. ഒരു മാസത്തിനുള്ളിൽ ഒരു ദൈർഘ്യമേറിയ ആഗ്രഹം ഒരു ദൈർഘ്യമേറിയ ഉത്തരം ആകും. ഇനി ഒരു അന്ത്യവാക്ക് അല്ല, ഒരു ആദ്യവാക്ക്. കാരണം ഇത് ഒരു അന്ത്യമല്ല, ഇത് ഒരു ആദ്യം, ഒരു ദൈർഘ്യമേറിയ ആരംഭം. ധനുരാശിക്കാരെ, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഒരു ദൈർഘ്യമേറിയ ഇരുട്ടിനു ശേഷം ഒരു ദൈർഘ്യമേറിയ വെളിച്ചം വരുന്നതാണ് ദൈവനിയമം. ആ വെളിച്ചം ഇന്ന് ദൂരെ ഇല്ല. ആ വെളിച്ചം ഇന്ന് ഒരു ദൈർഘ്യമേറിയ ഊർജ്ജസ്പർശം ആകുകയാണ്. ഒരു ദൈർഘ്യമേറിയ കഷ്ടതയ്ക്ക് ശേഷം ഒരു ദൈർഘ്യമേറിയ ആനന്ദം ദൈവം ഒരുക്കിവെക്കും. ആ ആനന്ദം ഇന്ന് നിങ്ങളുടെ ഹൃദയദ്വാരത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദ്വാരം തുറക്കൂ. ദൈവകൃപ ഇരമ്പിക്കിടക്കട്ടെ. ദൈർഘ്യമേറിയ ഒരു ഭദ്രഭൂമി ഇനി ഒരു ദൈർഘ്യമേറിയ ഊർജ്ജഭൂമി ആകും. ഈ ദൈവ ഊർജ്ജസ്പർശം നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഹൃദയം ഭദ്രം ആകട്ടെ. ജീവിതം ഭദ്രം ആകട്ടെ. ദൈർഘ്യമേറിയ ഒരു ആഗ്രഹം ഒരു ദൈർഘ്യമേറിയ ഉത്തരം ആകട്ടെ. ദൈവകൃപ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. ഒരിക്കലും.